അങ്ങനെ രണ്ട് കാര്യങ്ങൾ അവർ ബുള്ളറ്റും ബൈക്കും ഒക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടി മുന്നിൽ നോക്കുമ്പോൾ ഇപ്പോൾ താങ്ക് യു. ഞങ്ങൾ മടക്കയാത്രയിലാണ്. PM കൺവെൻഷൻ സെന്ററിൽ ഞങ്ങളെല്ലാവരും ഞങ്ങൾ വന്ന ടീമുകളെല്ലാവരും മൊത്തം ഇതുവരെ വെസ്റ്റുകാർ ഇതുവരെ തലക്കെട്ട് ഊരിട്ടില്ല. വെസ്റ്റുകാർ എന്താ പറയുക, വെസ്റ്റുകാരും തെലുങ്കാന തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ക്ലിനിക്ക് കിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ കരിംനഗറിൽ നിന്നും നേരെ ഹൈദരാബാദ് എത്തി. ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ എന്താ പറയുക, ഇനിയുണ്ട് ഏകദേശം 550 കിലോമീറ്ററുണ്ട് ഇനി ബാംഗ്ലൂരിലേക്ക്. ഗൂഗിൾ പറയുന്നത് രാത്രി ഒരു 2 മണിയാകുമ്പോൾ ബാംഗ്ലൂർ എത്തുമെന്നാണ്. ദെൻ അവിടുന്ന് ഒരു 3 മണിക്കൂർ ഏകദേശം 5 മണിയോടുകൂടി ഗുണ്ടൂർപേട്ട എത്താമെന്ന് കരുതുന്നു, വിശ്വസിക്കുന്നു. അപ്പോഴും ഇത് ഇടയ്ക്ക് നിർത്തണം, ഇടയ്ക്ക് ചായ കുടിക്കണം, അങ്ങനെയൊക്കെയാണ്. അല്ലാതെ തിരക്കിട്ട് അങ്ങനെ ഒരു എന്താ പറയുക റിലാക്സ്ഡ് ഡ്രൈവിംഗ് ആണ് മനസ്സിൽ കാണുന്നത്. അല്ലാതെ തിരക്കിട്ടുള്ള ഓട്ടമൊന്നുമില്ല. നാളെ 10 മണിയൊക്കെ എത്താം. 10-15 മണിയാകുമ്പോൾ തിരുവാമ്പഴം എത്താമെന്ന് കരുതുന്നു. എല്ലാവരും ഇപ്പോൾ ഫ്രഷ് ആട്ടോ. എന്താ പറയുക, ഇത്രയും നീണ്ട യാത്ര യാതൊരുവിധ വിഷമങ്ങളോ ഒന്നുമില്ല. എന്ത് തോന്നുന്നു യാത്ര ഇതുവരെ? പിന്നെ ആകെയുള്ള വിഷയം ഈ തണുപ്പ് കാരണം ചില ലിപ്സൊക്കെ ഒരു ക്രാക്ക് വരായി തുടങ്ങി. അങ്ങനെ 3-ാം ദിനം സന്ധ്യ എടുക്കുന്നു. അങ്ങ് പടിഞ്ഞാറ് ദിക്കിൽ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തി. ഇനി ഇവിടുന്ന് 420 കിലോമീറ്ററാണ് ബാംഗ്ലൂർ കാണുന്നത്. ശരിക്കും 2 മണി 2:30 ആകുമ്പോൾ എത്തുമെന്നാണ് കരുതുന്നത്. നല്ല വഴിയാണ്. ഷാജിയേട്ടൻ അങ്ങനെ എന്താ സ്വർണ്ണ നിറമാർന്ന് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. കാരണം അസ്തമ സൂര്യന്റെ വെളിച്ചം എപ്പോഴും നമുക്കൊരു ഭയങ്കര അല്ലേ പ്രഭയാണല്ലോ. ഇവിടെ ഒരു കാര്യം പിന്നെ ഇതിന് പിന്നെ അല്ല ഇത്ര ക്ലാബ് ഉള്ളതുകൊണ്ട് ഇവർ കണ്ടുവർക്കും അസ്തമ സൂര്യന്റെ ആവശ്യമില്ല. അങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ സൂത്രന്മാര്. ഒരു കാപ്പി, നല്ല കാപ്പി, നല്ല ഉസ്മാനിയ ബിസ്ക്കറ്റ്, സൂപ്പർ ബിസ്ക്കറ്റ്, എന്ത് രസമാണ്, നല്ല ക്രഞ്ചി. വായിലിട്ട് അലിഞ്ഞു പോകുന്നു പറയാം, അലിഞ്ഞു പോകും. അതുപോലെ ബിസ്ക്കറ്റ് ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഡ്രൈവർ പിന്നെ 100%. അർജുനെ പോലെയാ, തത്തമ്മയുടെ കണ്ണു മാറുന്നു, വേറെ നോക്കുക. അതെ. എന്നാൽ ഈ എന്താ നോക്കി അങ്ങോട്ട് നോക്കിക്കോളൂ, എന്ത് രസം നോക്കി സൂര്യനിങ്ങനെ സൂര്യാസ്തമയത്തിൻ്റെ കേട്ടോ. അതൊക്കെ നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് വരെ കാണാം. ഹൈദരാബാദിൽ നിന്നൊരു 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു. അപ്പോൾ സമയം 8 മണിയോളമായി. അപ്പോൾ ഒന്ന് ഭക്ഷണം കഴിച്ചേക്കാൻ ചിന്തിച്ച് ഇവിടെ ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു, ടോൾ പാസയ്ക്ക് ഇപ്പുറത്ത്. അപ്പോൾ അങ്ങോട്ടൊന്ന് കയറി നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല. ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഉണ്ട്, കാരണം കാണിച്ചു തരാം. ഇല്ല, ഊഞ്ഞാലാടിയത് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലാണ്. ഇത് കൊള്ളാലോ. എങ്ങനെ കഴിക്കാം അല്ലേ? ഇത് കൊള്ളാലോ, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഉള്ളിലേക്ക് ഇരിക്കാം അല്ലേ? ഉള്ളിലേക്ക് കയറാം. കണ്ണൂരുകാരൻ മമ്മാലിക്ക നമുക്ക് അടിപൊളി ഫുഡ് തന്നു. ലൈം ടീ ശരി, നിങ്ങൾ ചോദിച്ചേ അല്ല, എന്നാ ഫുഡ് വന്നു. ഇത് കൊള്ളാലോ. ബട്ടനാണെത്തി. ഇത് ബട്ടനാണല്ലേ? ഇത് ബട്ടർ റൊട്ടി. കൊള്ളാലോ. അല്ലാണോ? ഇതെന്താണ് ചേട്ടാ? ഇതെന്താ ചേട്ടാ? ക്രിസ്പി ചിക്കൻ പൊരി, പിരി പൊരി. ഇത് പിപ്പിരി, കേരള ചിക്കൻ കറി എന്ന് പറയാം. നമുക്ക് അതാണ് ഹൈദരാബാദിലുള്ള ചേട്ടൻ നമുക്ക് കുറച്ച്. ഈ സ്ഥലത്തിന് പേരെന്താ? ഈ സ്ഥലത്തിന് ശരിയായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ആലമ്പൂർ ടോളിൽ കണ്ണൂരുകാരൻ മുഹമ്മദ് അല്ലേ മുഹമ്മദ് നമുക്ക് വേണ്ടി അടിപൊളി കേരള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ രുചികരമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട് ഷാജിയേട്ടാ? കുഴപ്പമില്ലോ, ഒരു 2 മിനിറ്റ് ഒന്നും ടേസ്റ്റ് ചെയ്ത എത്തിയില്ല, വായിക്ക് വെച്ചിട്ടേ ഉള്ളൂ. കുഴപ്പമില്ല കേട്ടോ. അതെയോ ചേട്ടൻ കൂടി പ്രത്യേകം എടുത്തതല്ല. ബോൺലെസ് ആണ്. അതെയോ? ഫോണൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങള് 10-35 പണിക്കാറില്ലേ, അവര് നമ്മൾ കഴിക്കും അല്ലേ? നമ്മള് പോയി പട്സാക്കി കറി വെക്കും. നമുക്ക് അതിനകത്തിട്ടുണ്ട് ഫ്രഷായിട്ട് കൊണ്ടാണ് ബോൺലെസ് ആക്കുന്നത്. ഇവിടുന്ന് നമ്മളാക്കുന്നത്. അതെയോ? കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. ബോൺലെസ് ആക്കി ഇവിടെ കൊണ്ടാന്നിട്ട് നമ്മൾ ബോൺലെസ് ആക്കുന്നത്. ഫ്രഷ് ചിക്കൻ അന്ന് തന്നെ ഉപയോഗിക്കുന്നല്ലേ?
ഇവിടെ എത്ര കാലമായി? എത്ര ഞങ്ങളുടെ 2 വർഷമായിട്ടുള്ളൂ ഇപ്പൊ. പുള്ളി ബസ് സർവീസ് ഉണ്ടായിരുന്നു ഞാൻ ബസ് സർവീസിൽ ആ വഴിക്ക് ഞാൻ തലയാട് വരെ ഉണ്ടായിരുന്നു. ഇത് പെരുവണ്ണാമൊഴി, ചക്കിട്ടപാറ, അങ്ങനെ കൂരാച്ചുണ്ട്, ഞാനോട് തലയാട്. ആ ചിക്കൻ എടുത്തിരുതോ? ചിക്കൻ ഇങ്ങോട്ട് വെക്കുന്നത് സാറേ നമ്മളെ കുടുംബക്കാരുണ്ട്, ഞങ്ങൾ തിരുവമ്പാടിയാ പറഞ്ഞാണല്ലോ. പറഞ്ഞു ഈ സെൻറ്ററിലേക്ക് വെക്കും. അതൊരു അപ്പം ഈ ഏരിയൊക്കെ നല്ല പരിചയമാണ് അല്ലേ? ഇതാ ഗ്യാപ്പിട്ട് യെസ് ഇതും വരുന്നത് ഇത് ചേട്ടാ നല്ല വിടും കേട്ടോ. ഓക്കെ ഭക്ഷണം കൂട്ടി 2 കൊണ്ടുവരെ. ഈ ചിക്കൻ ക്രിസ്പി ചിലപ്പം ആ ആയിക്കോട്ടെ. കൊള്ളാം. ചിലപ്പം ഒന്ന് തികച്ചും രുചികരമായ ഭക്ഷണമായിരുന്നു. നന്നായി ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ ഇവിടെ ആന്ധ്രാപ്രദേശ് വന്നല്ലേ, ശരിക്കും ഞങ്ങളിപ്പോൾ ഉള്ളത് തെലുങ്കാന തന്നെയാണ്. ഇവിടുന്ന് ഒരു 500 മീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് കടക്കുമെന്നാണ് നമ്മുടെ മുഹമ്മക്ക പറഞ്ഞത്. നമ്മുടെ ഫുഡ് സെർവ് ചെയ്ത് നല്ല ഫുഡായിരുന്നു. റിയലി എൻജോയ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. വെരി നല്ലത്. എന്താ പറയുക, മട്ടൻ നാനും ചില്ലി ചിക്കനും സൂപ്പർ. എൻജോയ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇനി ഒരു 350 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂരേക്ക്. ഞങ്ങൾ കണക്കൂടുന്ന ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ബാംഗ്ലൂർ എത്തുള്ളൂ എന്നാണ് കണക്കൂടുന്നത്. എന്തായാലും ലാഷാനിടയ്ക്ക് ഉറക്കം വന്നാൽ ഞങ്ങളത് കറക്കും. ടൈമൊന്നും നോക്കില്ല, അങ്ങനെ ടൈം ബൗണ്ടായിട്ട് പോകുന്നില്ല. എപ്പോൾ ക്ഷീണം പറഞ്ഞാൽ അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുക. തന്നെ യാത്ര പുറത്തു തന്നെ മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ ഈ ഒസ്മാനിയ ബിസ്ക്കറ്റ് ഭയങ്കര ഫേമസ് ആണ്. പണ്ടൊരിക്കൽ ഹാർച്ചേരം കൊണ്ട് വന്ന് ഞങ്ങൾ കഴിച്ചതാണ്. ഭയങ്കര ടേസ്റ്റുള്ളതാണ് ഈ ഒസ്മാനിയ ബിസ്ക്കറ്റ്. നല്ല ഭയങ്കര സോഫ്റ്റാണ്, അതാണ്. അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങി മോൾക്ക് വേണ്ടി. ഈ എന്താ പറയുക, ഒസ്മാനിയ ബിസ്ക്കറ്റ് ഒരെണ്ണം വാങ്ങി. ദെൻ ദിസ് വൺ ഫ്രൂട്ട് ബിസ്ക്കറ്റ്, ഇത് 2 വാങ്ങിയിട്ടുണ്ട്. പിന്നെ മോൾക്ക് പറഞ്ഞിട്ട് അത് ഇഷ്ടമായിട്ട് ഇതും കൂടെ വാങ്ങി. കുഞ്ഞുങ്ങളല്ലേ, ഇതാണ് ഇത്. ഈ സംഭവം കിൻഡർ എന്താ വായിക്കാൻ അറിയുന്നില്ല. ഷോക്കോ ബോൺസ്. അപ്പോൾ ഇനിയിപ്പോൾ പയ്യെ യാത്ര പുറപ്പെടാം. ഇപ്പോൾ സമയം രാത്രി 11:30 ആവുന്നു. ഇനിയുമുണ്ട് ഒരു 220 കിലോമീറ്ററോളം ബാംഗ്ലൂരേക്ക്. 3:15 ഈ ഇതിൽ അങ്ങ് പോയാൽ 3:15 ആകുമ്പോൾ ബാംഗ്ലൂർ എത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒറ്റ സ്ട്രെച്ചിൽ ബാംഗ്ലൂർ പിടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം എന്നാൽ മിനിയാന്ന് പോന്നപ്പോൾ ഇതിനേക്കാൾ സ്പീഡായി ഇങ്ങോട്ട് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ആ ഒരു നല്ലല്ലോ, 2 ദിവസം യാത്രയും എൻ്റെതായ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എപ്പോൾ നമുക്ക് ഡ്രൗസിനെസ് തോന്നുന്നു അപ്പോൾ നമ്മൾ സൈഡാക്കും. അതിനൊരു കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും യാത്ര പുനരാരംഭിക്കാന്നുള്ള മനസ്സിൽ കാണുന്നത്. അത് വഴിയിൽ നിറച്ച് ഇങ്ങനെ ഈ എന്താ പറയുക, വാഹനങ്ങളുടെ തിരക്കാണ്. മീൻസ് ഫുള്ള് ട്രക്കുകളുടെ തിരക്കാണ്. അത് അപേക്ഷിച്ച് ഈ ട്രക്കുകളിൽ പറയുന്നത് പോലെ അവർ ഒരു ശൈലി അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അതായത് ഈ റോഡ് മുഴുവൻ അവരുടെ ആണെന്നുള്ള ഒരു ചിന്താഗതിയിൽ. അപ്പോൾ നമ്മൾ അവരെ ബഹുമാനിച്ചും അവരെ നമസ്കരിച്ചും അവർ അനുവാദം വാങ്ങിയൊക്കെ പോകേണ്ടതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നില്ല. മറ്റൊരു പറയാൻ മറ്റൊരു നന്മകളുണ്ട് കേട്ടോ. അങ്ങനെയുള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ ശ്രദ്ധ എപ്പോഴും പൂർണ്ണമായ റോഡുണ്ടാവും. പിന്നെ റോഡിൽ പറഞ്ഞ പോലെ ചില അപ്രതീക്ഷിതമായ ഹമ്പുകളുണ്ട്. അപ്പോൾ എപ്പോഴും നല്ല വിജിലൻ്റായി തന്നെ ഡ്രൈവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണുള്ളത്. പക്ഷേ കമ്പാരിറ്റീവ്ലി നല്ല വഴിയാണ്, നല്ലത് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഷാജിയേട്ടൻ ഫുൾ വൈബിലാണ്. അവിടെ എന്തോ സ്പീഡ് ബ്രേക്ക് ഉണ്ടോ? ഇല്ലല്ലേ, ഒരു തിളക്കാണ്ട് വെച്ചു. ഇതുവരെ റജിമത്തായിയാണ് മുന്നിലിരുന്ന് കോ പൈലറ്റായിരുന്നത്. ഞാൻ മുന്നോട്ടിപ്പോൾ വന്നതാണ്. ഡോക്ടർ വെസ്റ്റി എപ്പോഴും സ്ലീപ്പ് മോഡിലാണ്. ഇടയ്ക്ക് അദ്ദേഹം ഒന്ന് ഉണരും, വീണ്ടും അദ്ദേഹം സ്ലീപ്പ് മോഡിലേക്ക് തന്നെ വഴങ്ങുന്നു. കൂടുതൽ പ്രായമുള്ള ആളെന്ന നിലയ്ക്ക് ഞങ്ങൾ അല്പം ഒരു ബഹുമാനം കൊടുത്തിട്ടുണ്ട്, വെച്ചേക്കുന്നതാണ്. കുറേ കുറുക്കം ചേർന്നത് പത്തായിട്ട് മാത്രമാണ്. അത് വേറെ കാര്യം തന്നെയാണ്, പത്താട് മാത്രമാണ്. അതെ. അങ്ങനെ ഹൈദരാബാദ് ബാംഗ്ലൂർ രാജപാതയിലൂടെ ഞങ്ങളങ്ങനെ രാജകീയമായി തന്നെ രാജകീയ വാഹനത്തിൽ രാജകീയമായി ഞങ്ങൾ കടന്നു പോവുകയാണ്. ശരിക്ക് 550 അതിൻ്റെ ഓർമ്മ കിലോമീറ്റർ ഉണ്ട് ഈ യാത്ര എന്ന് പറയുന്നത്. ശരിക്കും നല്ല എന്താ ടയറിങ് ആണ്. കാരണം നല്ല വഴിയാണ് എങ്കിലും ഈ ഒറ്റ സ്ട്രെച്ച് ഓടിക്കാൻ അല്പം ടയറിങ് തന്നെയാണ്. പക്ഷേ വാഹനം നല്ലതായതുകൊണ്ടും ഷാജിയേട്ടനതൊരു എന്താ പറയുക ഒരു താല്പര്യമുള്ളതായതുകൊണ്ടുമാണ് ഇങ്ങനെ നമ്മളൊക്കെ ഫ്രീ ആയിട്ട് പോണത്. ഏതാണെങ്കിലും യാത്ര തുടരുന്നു. അടുത്ത ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ അപ്ഡേഷൻ ഉണ്ടാവും. അതുവരെയും വഴക്കന്നുകളെ സൈൻ ഓഫ്. ചേട്ടാ സൈൻ ഓഫ്.
ഡോക്ടറിന്റെ സൗണ്ട് കേട്ടു അത് കുറുക്കാൻ വിളിച്ചതാണ്. ഡാക്ടർ നിങ്ങൾ ഉറക്കത്തിലാണ്. ഡാക്ടർ ബെസ്റ്റ് ഗാരു ഗാരു പോയോ? ഇല്ല, ഗാരു തന്നെ നിൽക്കുന്നത്. ഗാരു അല്ലേ കന്നഡ എത്തിയോ? ഈ തെലുങ്കും കന്നഡയൊക്കെ എഴുത്താശം ഒരുപോലെ അല്ലേ? എന്നോട് കണ്ടാൽ മനസ്സിലാക്കാല്ലേ? എന്തോ ഒരു ആക്സിഡന്റ് പ്രോൺ ഏരിയ എന്നൊക്കെയോ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണെന്ന് പറയുന്നത്. ഹംബോ ഹംബ ഹംബോ 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 ഒറ്റടുത്ത് കാണുന്നില്ല. പക്ഷേ ആ വണ്ടിയുടെ തന്നെ ഒന്നും കാണുന്നില്ല. അവിടെ ഒരു ഉണ്ടോ? അവിടെ ഇല്ലല്ലോ ഇല്ലല്ലോ ഇല്ല 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 പോ. നമ്മുടെ ഷാജേട്ടന് പറഞ്ഞ ചെറുപ്പം തൊട്ടേ സ്കൂളിൽ പോകുമ്പോൾ സ്കൂൾ തൊട്ട് അല്ലെങ്കിൽ ഒരു 4 വയസ്സ് തൊട്ട് 3-4 ക്ലാസ് പഠിക്കുന്ന അന്ന് തൊട്ടേ സ്കൂളിൽ പാട്ട് പാടുന്ന ആളായിരുന്നു. അമ്മ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, അമ്മ ചേച്ചി ഡാൻസ് ചെയ്ത് അനിയൻകുട്ടൻ പാട്ടുപാടി ചേച്ചി ഡാൻസ് ചെയ്ത അമ്മ പഠിപ്പിച്ച ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഷാജേട്ടൻ പറയുക, ഷാജേട്ടൻ ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് സ്കൂളിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് പൊതുവേദിയിൽ പാടിയൊരു പാട്ട് ലളിതഗാനമാണ്. അത് അമ്മ മകനെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ആ പാട്ടൊന്ന് രണ്ടുപേരും പാടുന്നൊരു വിരോധമുണ്ടോ ഷാജേട്ടാ? ഞാൻ എല്ലാം ഓർക്കുന്നില്ല, പക്ഷേ ഓർമ്മയുള്ളവരും പാടാട്ടോ. പക്ഷേ എൻ്റെ ഈണമൊക്കെ പലതും മറന്നു പോയിട്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ടല്ലോ. ചെറുപ്പത്തിൽ പഠിച്ചതാണ്. അതൊരു ലളിതഗാനം പോലെയാണ്. അന്നത്തെ കാലത്ത് അത് ലളിതഗാനമാണോ സിനിമ ഗാനോ എന്ന് അറിയത്തില്ല, പക്ഷെ ലളിതഗാനം പോലെയാണ്. പാടി ഇങ്ങനെയാണ് തുടങ്ങുന്നത്. മാവിൽ പൂങ്കുയിൽ പാടുന്നല്ലോ പാട്ടു നീറ്റ് പാട്. പൂവാലനണ്ണാർ കണ്ണ പൂത്ത മൂവാണ്ടൻ മാവിൽ പൂങ്കുയിൽ പാടുന്നല്ലോ പാട്ടു നീറ്റു പാടൂ. പൂവാലനണ്ണാർ കണ്ണ ഒരു കൊച്ചു മാങ്ങ തന്നാൽ നിനക്കെന്തു ഛേദം കണ്ണ. ഒരു കൊച്ചു മാങ്ങ തന്നാൽ നിനക്കെന്തു ഛേദം കണ്ണ. ഭഗവാന്റെ കൈപ്പാടല്ലോ പുറത്തിന്നു കാണൂ ഞങ്ങൾ. പൂവാലനണ്ണാർ കണ്ണ. എനിക്കിപ്പോൾ ഇത്ര ഓർമ്മയുള്ളൂ. പക്ഷെ എന്ത് രസമാണത്. അത് എങ്ങനെ ഓർമ്മ ഒന്നും എനിക്കറിയില്ല. അങ്ങ് പാടി വന്നപ്പോൾ അങ്ങ് വന്നതാണോ അല്ലേ? ഇപ്പോഴും അങ്ങനെയാണ്. പിന്നീട് സ്കൂളുകളിൽ സിനിമ എന്താ പറയാ, സിനിമ പാട്ടൊക്കെ പാടി ഓർമ്മയുണ്ടോ? സിനിമ പാട്ടുകൾ പാടിയതുള്ള ഈ കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളി എന്നോടിത്ത പരിഭവം തോന്നുവ എന്തു പറഞ്ഞു ഞാൻ. കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളി സങ്കൽപ്പങ്ങളിൽ ചന്ദനം ചാർത്തിയ മന്ദസ്മേരവുമാ. സങ്കൽപ്പങ്ങളിൽ ചന്ദനം ചാർത്തിയ മന്ദസ്മേരവുമാ. കിളിവാതിൽക്കൽ ഇത്തിരി നേരം നിൽപ്പൂ നിൽപ്പൂ നിൽപ്പൂ. കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളി. യാത്ര തുടരുന്നു. സമയം രാത്രി 12:15. അപ്പോൾ ചില രാപ്പാട്ടുകളാണ്. ശരിക്കും ഞങ്ങളുടെ കുട്ടിക്കാലത്തേക്കൊന്ന് മടങ്ങി പോവുകയാണ്. ഷാജിയേട്ടനാണെങ്കിൽ എന്താ പറയുക, ഒത്തിരി നന്നായി പാട്ട് ഇഷ്ടപ്പെടുന്ന, എന്താ പറയുക, പാട്ടിനെ നന്നായി ഇഷ്ടപ്പെടുന്ന ആളാണ്, പാടാൻ ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നമ്മളൊരു ഘട്ടം മാറുമ്പോൾ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആ ഒരു പാട്ട് പാടാനുള്ള നമ്മുടെ ആ മൂഡൊക്കെ മാറിപ്പോകും. എന്നാൽ തെറ്റ് പറയാൻ പാടില്ല, കാരണം ലൈഫ് അങ്ങനെയാണ്. കാരണം നമ്മുടെ എന്താ പറയുക, നിത്യ
ദിനങ്ങളിലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ആക്കി പലപ്പോഴും നമുക്കറിയാം പലപ്പോഴും ഒരു ഏജ് കഴിയുമ്പോൾ എഴുത്തുകാരും ഈ സാഹിത്യകാരന്മാരൊക്കെ എന്താ പറയുക പലപ്പോഴും അവരുടെ ആ ഒരു ഇതിൽ നിന്ന് പിന്വലിയാൻ കാരണം സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങളാണ്. അപ്പോൾ ഷാജിയേട്ടന് ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഷാജിയേട്ടന് ഒരുപക്ഷെ പാട്ടിലെ കൂടുതൽ എന്താ പറയുക പഠിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അറിയപ്പെടുന്നൊരു ഗായകനായി തീരുമായിരുന്നു. പക്ഷേ ഒരു ഗായകനായി തീർന്നാലും ഒരുപക്ഷെ ഇന്നത്തെ ഒരു എന്താ പറയുക സോഷ്യോ എക്കണോമിക് ലെവലിലേക്ക് ഷാജിയേട്ടൻ വളരുമായിരുന്നു എന്ന് പറയാൻ എനിക്കറിയില്ല. കാരണം അത് എന്താ പറയുക അതൊക്കെ അങ്ങനെ ഒക്കെ അറിയാം. പലപ്പോഴും ഈ കലാകാരന്മാരുടെ ജീവിതം എപ്പോഴും നമ്മൾ കാണുന്ന ലൈംലൈറ്റ് അല്ലാത്ത 90% കലാകാരന്മാരും എന്താ പറയുക ആ ഒരു സോഷ്യോ എക്കണോമിക് ലെവൽ വളർന്നിട്ടില്ല എന്നുള്ള സത്യവുമാണ്. അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഷാജിയേട്ടാ ഇപ്പോൾ പാടുന്ന പറഞ്ഞൊരു പാട്ടുണ്ട്, ഷാജിയേട്ടൻ്റെ ആദ്യകാല പാട്ടിലൊന്ന് മാണിക്യ വീണ അല്ലേ, വധുവിൻ്റെ കാട്ടുപൂക്കളിലെ ആ പാട്ടാണ്. അപ്പോൾ ജബൽഷേർ ഇവിടെ ഞങ്ങളിപ്പോൾ നേരിടുന്ന ഒരു വിഷയമുണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ. ഞാൻ ഷാജിയേട്ടൻ്റെ മുഖത്തേക്ക് ഞാൻ ഈ ക്യാമറ തിരിക്കുകയും തിരിച്ചു വെച്ചാൽ ഷാജിയേട്ടൻ്റെ സൈഡ് മിറർ എന്താ പറയുക കാശ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഒരു ഓവർടേക്കിങ് അത് ഭയങ്കര അത് എന്താ പറയുക നമ്മൾ ബിസി ട്രാഫിക്കുള്ള ഒരു ഇതിലാണ്. അപ്പോൾ നമുക്കത് ഭയങ്കര അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഷാജിയേട്ടൻ്റെ മുഖം കാണിക്കാൻ തരവില്ല. പക്ഷെ നമുക്ക് ഷാജിയേട്ടൻ്റെ പാട്ട് കേൾക്കാം. നമുക്ക് മാണിക്യ വീണ എന്ന് പാടാം. ഈ ഓവർടേക്കിങ് ചേർത്ത് 2 വാഹനം കണ്ടില്ലേ, 2 ട്രക്കുകൾ ഇങ്ങനെ ഒരേപോലെ അവരങ്ങനെ സ്നേഹിച്ച് മുട്ടുവിമ്മി പോവുക. ഒരു ഗ്യാപ്പ് കിട്ടിയോടെ നമുക്കത് കയറിപ്പോവാൻ. അപ്പോൾ യെസ് ഇനിയുണ്ട് നമുക്ക് ഏകദേശം 180-200 കിലോമീറ്ററുണ്ട് നമുക്ക് ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ ഈ രാത്രി ഞങ്ങൾക്ക് ഉറക്കം വരുന്നവരെ ഞങ്ങൾ പാടി തകർക്കും, നിങ്ങളെ സഹിപ്പിക്കും. പക്ഷേ ചേട്ടാ ഫ്രീ ആണെങ്കിൽ മൈൻഡ് ഫ്രീ ആണെങ്കിൽ പാടാം. വീണയുമായി മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നുമിണ്ടുകില്ലേ മാണിക്യ വീണയുമായി മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നുമിണ്ടുകില്ലേ മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമ്പൂ പൊഴിഞ്ഞല്ലോ പിന്നെയും പൊൻവെയിൽ വന്നല്ലോ മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമ്പൂ പൊഴിഞ്ഞല്ലോ പിന്നെയും പൊൻവെയിൽ വന്നല്ലോ നിൻമുഖത്തിന്നെങ്ങോ മറഞ്ഞൊരാ പുഞ്ചിരി എന്നിനി കാണും ഞാൻ മാണിക്യ വീണയുമായി മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നുമിണ്ടുകില്ലേ. യെസ്, ഈ മാണിക്യവീണ ഈ പാട്ട് അല്ലേ, മാണിക്യവീണ എന്ന ഈ പാട്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ അന്നത്തെ കാലം ആകാശവാണിയിൽ അല്ലേ കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടുകളിലൊന്നാണ്. അതിപ്പം രാവിലെ ആണെങ്കിലും രാവിലെ എനിക്കൊന്നൊന്ന് രാവിലെ 7:15 തൊട്ട് 8 മണി വരെയൊക്കെ ഒരു പാട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് റേഡിയോ അന്ന് ആകെയുള്ള നമ്മുടെ ഒരു എന്താ പറയുക എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് റേഡിയോയിൽ പാട്ട് കേൾക്കുന്നുള്ളതായിരുന്നല്ലോ. TV വന്നതിന് ശേഷം ചിത്രഗീതം ആയിരുന്നു ഒരു കാലത്ത് നമ്മുടെയൊക്കെ അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു റേഡിയോ ഉള്ള വീടെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ എന്താ പറയുക ധാരാളിത്തന്നോ അല്ലേ. ഡോക്ടർക്ക് ഓർമ്മയുണ്ട് പണ്ട് റേഡിയോ ഉപയോഗിക്കുന്ന ലൈസൻസ് വേണമായിരുന്നു. അങ്ങനെയുണ്ടോ? അങ്ങനെ കഥയുണ്ടോ? അത് ശരി, എനിക്കറിയില്ലായിരുന്നു. റേഡിയോ ഉപയോഗിക്കാൻ ഹാം റേഡിയോ പോലെ ഇന്ന് ഹാം റേഡിയോയ്ക്ക് വേണ്ട അതുപോലെ തന്നെ സാധാ റേഡിയോയ്ക്ക് അന്ന്. അത് ശരി. അതെനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ടിൽ റേഡിയോ ആദ്യമായിട്ട് വാങ്ങുന്ന റേഡിയോ എനിക്ക് അമ്മ വീട്ടിൽ പരിചയ കൊച്ചൻ്റെ പുള്ളി എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് ഒരു റേഡിയോ ഉണ്ട്. അത് അന്നത്തെ വീട്ടിൽ ഒരു പ്രത്യേക എന്താ പറയുക പ്രത്യേക എന്തൊക്കെയോ കുറേ നോവൊക്കെ ഉള്ളതാണ് അല്ലേ, വലിയ വെട്ടിയായിരുന്നു.
വീട്ടിൽ ആദ്യമായിട്ട് അത് ട്രാൻസ്മിറ്റർ ആണോ? അങ്ങനെ ട്രാൻസ്മിറ്റർ അല്ല, ആ സാധനത്തിന് ട്രാൻസിസ്റ്റർ ആണല്ലോ അല്ല അതിന് അതല്ല പറഞ്ഞത്. ആ നോബിൾ സാധനത്തിന് വേറെ പേര്. അതെയോ? അത് ഏതാണ് വലിയ സംഭവമായിരുന്നു. ശേഷം ട്രാൻസിസ്റ്റർ അല്ലേ? പിന്നെ എല്ലാം IC ആയി. എനിക്ക് സംഗതി എനിക്കറിയില്ല, നമുക്ക് ടെക്നിക്കാലിറ്റി എനിക്കറിയില്ല. ഇതാണെങ്കിലും അന്നത്തെ വലിയൊരു സാധനമായിരുന്നു അല്ലേ? ഒരു വലിയ പെട്ടിയായിരുന്നു, എനിക്ക് പെട്ടി തന്നെയായിരുന്നു. വീട്ടിൽ ആദ്യമായിട്ട് പപ്പ വാങ്ങിയ ഒരു റേഡിയോ പറയുന്നത് നെൽക്കോ എന്ന് പറയുന്ന സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. അതൊരു എന്താ അതൊക്കെ ഒരു അന്ന് ഒരു റേഡിയോ ഒക്കെ വീട്ടിൽ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്തൊരു ആഘോഷം അറിയോ, ഭയങ്കര സംഭവമാണത്. പിന്നെയാണ് സ്റ്റീരിയോ അല്ലെങ്കിൽ നമ്മുടെ പാട്ടുകളിലേക്കൊക്കെ വന്നത്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ആകാശവാണി പറയാതെ തന്നെ നമുക്ക് സ്വന്തമായി കേൾക്കാൻ പറ്റുന്ന സാഹചര്യം പിന്നീട് വന്നു. അപ്പോൾ ഷാജിയേട്ടാ നമുക്ക് ആ പാട്ട് തിരിച്ചു വരാം. മറ്റൊരു പാട്ട് പറയാം, ഒന്ന് പാടി നോക്കാമോ? ഓർമ്മ വരുന്നുണ്ടോ ഏതെങ്കിലും? അപ്പോൾ ഇത് പറഞ്ഞു തന്നപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് ആദ്യം കണ്ട സിനിമയെക്കുറിച്ച് ചോദിക്കായിരുന്നു. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം കണ്ട സിനിമ എന്നുള്ളത് എന്താ പറയുക, ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ ഈ സ്കൂളുകളിൽ അല്ലേ ഇങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവന്ന് കാണിക്കുന്നവർക്ക് ഓർമ്മകളൊക്കെ ഉണ്ട്. ചെറിയ പെട്ടിയൊക്കെ വന്നിട്ട് അന്നൊക്കെ എന്തൊരു ആഘോഷമായിരുന്നു അറിയോ. പക്ഷെ എൻ്റെ മനസ്സിൽ ആദ്യം കണ്ട സിനിമയായിട്ട് എനിക്കുള്ളത് എൻ്റെ ഓർമ്മയുള്ളത് വാഴ്വയുമായ എന്നൊക്കെ സിനിമയാണ് എൻ്റെ ഓർമ്മ. പിന്നെ ശരിക്കും നന്നായൊരു സിനിമ കഥ മനസ്സിലാക്കി കണ്ടതെന്ന് എനിക്ക് ഓർമ്മയുള്ളത് ഈറ്റ എന്ന സിനിമയാണ്, കമലഹാസൻ്റെ ഒരു ഫിലിം. ഷാജിയേട്ടൻ്റെ ഒരു ഓർമ്മയിൽ എന്ന് പറയാൻ പറ്റുമോ ചേട്ടാ? അതാണ് ആദ്യം കണ്ട സിനിമ. ഞാൻ ആദ്യം കണ്ട സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് ഓർമ്മയുള്ള കാലത്തില്ല, പക്ഷെ ഞാൻ എൻ്റെ പേരൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്ന് നമ്മൾ പോയി കണ്ട സിനിമ ഇതാണ് നദി. പക്ഷെ ആ സിനിമ ഞാൻ പിന്നീട് എനിക്ക് ഓർമ്മ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടാമത് കണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് TV-ൽ വന്നപ്പോഴാണ്. നമുക്ക് TV കാണുന്ന കാലമുണ്ടല്ലോ, ആ സമയത്ത് പിന്നെ ഞാനത് TV-ൽ കണ്ടത്. എനിവേ ഞാൻ ആ ഫിലിം രണ്ടാം കണ്ടിട്ടുണ്ട്. അന്നത്തെ കളർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക കളറായി, കളർ. അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിലുള്ളൊരു ഫേമസ് ആയ പാട്ടുണ്ട്, എന്നറിയോ? ആയിരം ഈരനായ നദിയുടെ മാറിൽ ഈവിടുന്ന നീർക്കുമിളകളിൽ ഈരനായ നദിയുടെ മാറിൽ ഈവിടുന്ന നീർക്കുമിളകളിൽ ഓടിയെത്തും ഓർമ്മകളിൽ ഓമലാളിൻ ഗദ്ഗദവും ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ആയിരം പാദസരങ്ങളിലും നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കണ്ട ആ വെളിച്ചമുള്ള ആ പ്രദേശം കിയ മോട്ടോഴ്സിൻ്റെ പ്ലാന്റാണ്. ഇത് കുറേ ദൂരം നമുക്ക് കാണാതെ നമ്മൾ ആന്ധ്രാപ്രദേശിലാണ് വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കിയയുടെ ഫാക്ടറിയാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളൊന്നും ഇങ്ങോട്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. പകലായിരുന്നപ്പോൾ ഇത്രയും മനോഹരമായിരുന്നു. ഇപ്പോൾ നിറയെ ലൈറ്റിൽ ഇങ്ങനെ എന്താ പറയുക മുങ്ങി നിൽക്കുകയാണ് കിയയുടെ ഈ ഇൻഡസ്ട്രിയൽ ഏരിയ. ഷാജിയുടെ ഗൾഫ് ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അങ്ങയിൽ നിന്നും ഇതിൻ്റെ പുറകെ അങ്ങേക്ക് പോകാൻ പറ്റാതെ വന്നത്. സാഹിത്യം ഇഷ്ടമുള്ള കാരണം അത് നമ്മളെപ്പോഴും ഞാൻ പറയാറുണ്ട്, പ്രൊഫഷനും പാഷനും മിക്കവർക്കും രണ്ടായിരിക്കും. തന്നെയല്ല നമ്മൾ പലപ്പോഴും പ്രൊഫഷനെ വേണ്ടി വർക്ക് ചെയ്യാതെ പാഷൻ്റെ പുറകെ പോയാൽ ചിലപ്പോൾ എങ്ങും എത്തണമെന്നില്ല. ലോകത്തെ ഒരു 1% പോലും കിട്ടുന്ന മഹാഭാഗ്യമല്ല, അല്ലെങ്കിൽ ഒരു 1% കിട്ടാറുള്ളൂ ആ മഹാഭാഗ്യം. ഏത് പാഷനും പ്രൊഫഷനും ഒന്നാകുക എന്നുള്ളത്. അത് എന്താ പറയുക, അത്രമേൽ ഒരു പക്ഷേ എത്രയോ തലമുറകളുടെ പുണ്യം എന്നൊക്കെ പറയാതെ, അല്ലെങ്കിൽ എന്താ പറയുക കാരണവന്മാർ ചെയ്ത പുണ്യം എന്നൊക്കെ പറയാം. അതായത് നമ്മൾ ഏറ്റവും പാഷനേറ്റായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം നമുക്കൊരു വരുമാന മാർഗമായി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത്, അത് എന്താ പറയുക എല്ലാവർക്കും കിട്ടില്ല എന്ന് മാത്രം കുറച്ച് പേർക്കേ ഉള്ളൂ കിട്ടുള്ളൂ. അതായത് ഏത് ജോലിയും നിങ്ങൾ നോക്കിക്കോളൂ, ഏത് ജോലിയിലും ഏത് പ്രൊഫഷനിലും
ഒരു വ്യക്തി പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം ആ വ്യക്തിയുടെ പാഷനും പ്രൊഫഷനും ഒന്നായിരിക്കുന്ന അവസ്ഥയിലാണ്. മറ്റു ചിലരുണ്ട്, അവർ പ്രൊഫഷനോട് 100% ആത്മാർത്ഥത പുലർത്തുമ്പോഴും പാഷന് വേണ്ടി കുറേ സമയം കണ്ടെത്താൻ ആൾക്കാരുണ്ട്. അത് ഒരു പക്ഷേ അതിനൊക്കെ വിഷയിച്ചാൽ അതിനൊക്കെ ഒരു പ്രൊഫഷണലി നമ്മൾ ഒന്ന് എന്താ പറയുക ഒന്ന് ഫ്ലറിഷ്ഡ് ആകുക അല്ലെങ്കിൽ ഒന്ന് നല്ല നിലയ്ക്ക് എത്തിക്കഴിയുമ്പോഴത്തേനും ഈ പാഷനുള്ള നമ്മളുടെ പാഷൻ ചിലപ്പോൾ പക്ഷേ അങ്ങ് മുരടിച്ച് പോയിട്ടുണ്ടാവും. അങ്ങനെയും ഉണ്ട് ഒത്തിരി പേര്. ഷാജിയേട്ടനൊക്കെ ഞാൻ പറയാം, ഞങ്ങൾ അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ക്ലബിലെ സീനിയർ മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, നമ്മൾക്ക് പറയാനുള്ളത് ഷാജിയേട്ടൻ്റെ ആ ഒരു പാഷൻ നമുക്ക് തിരിച്ചു പിടിക്കണം. എന്താ പറയുക, ആ പാഷൻ എന്നോട് പലരും ഇങ്ങനെ ഷാജിയേട്ടൻ നമ്മുടെ ക്ലബിലെ മെമ്പറാണെന്ന് പറയുമ്പോൾ എന്നോട് പലരും പറഞ്ഞു, സന്തോഷേ അല്ലെങ്കിൽ ഡോക്ടറെ എന്താ പറയുക ഷാജിയെ കൊണ്ട് പാട്ട് പഠിപ്പിക്കണം. പലപ്പോഴും പലരും എന്നോട് ഇങ്ങനെ പറഞ്ഞു, നന്നായി പാടുന്ന ആണ്. പക്ഷേ ഞാനും മറന്നു പോയിരുന്നു ഷാജിയേട്ടൻ ആദ്യം കാണുമ്പോഴൊക്കെ സ്കൂളിൽ പാടിയിരുന്ന ആളാണല്ലോ എന്നത് പോലും എനിക്ക് ഓർമ്മ വന്നിരുന്നില്ല. അപ്പോൾ ഷാജിയേട്ടൻ ഞാൻ പറയാം, ചേട്ടാ അത് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ തിരക്കടയിലും കുറച്ചൊക്കെ നമ്മുടെ പാഷന് വേണ്ടി സമയം കണ്ടെത്തുക, സമയം മാറ്റുക. ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും വേണമെന്നേ. അതൊക്കെയല്ലേ ലൈഫ്. ഇനിയുമുള്ളത് നമ്മളൊക്കെ ഈ 50+ ആയില്ലേ, ഇനി എന്നൊരു ചോദ്യങ്ങളെ ബാക്കി കിടപ്പില്ല. ഇന്നല്ലെങ്കിൽ ഒന്ന് എങ്കിൽ അങ്ങ് പറയും, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ നമ്മൾ ചെയ്യേണ്ട സമയം ഇപ്പോഴാണ്, ഈ കാലഘട്ടത്തിലാണ്. അല്ലെങ്കിൽ പിന്നെ എപ്പോൾ നമുക്കത് അത് നമുക്ക് പറയാൻ കഴിയില്ല എപ്പോഴാണ്. കാരണം നമുക്കറിയില്ല നാളെ എന്ത് സംഭവിക്കും, എത്ര കാലം നമ്മൾ ഉണ്ടാകും അറിയില്ല. പക്ഷേ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഇന്നല്ലെങ്കിൽ ഒന്ന്. യെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ നമ്മുടെ ഓരോ മീറ്റിങ്ങുകളും ഓരോ യാത്രകളും അവസാനം അതിൻ്റെ മീറ്റിംഗ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത പോലെ നമ്മുടെ ഓരോ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് അതിനും കൂടെ നമ്മുടെ മാറ്റി വെക്കണം. ഒന്നോ രണ്ടോ പാട്ട് പാടുന്നൊരവസ്ഥയിലേക്ക് എത്തണം. അതൊരു വേറൊരു വൈബായിരിക്കും. ചെയ്യാവുന്നേ, അതുപോലെ എല്ലാം ആക്കിയെടുക്കാം. അപ്പോൾ നിറയെ വാഹനങ്ങളാണ്. സമയം ഇപ്പോൾ ഏകദേശം 1 മണിയോട് അടുക്കുകയാണ്. ട്രക്കുകളുടെ കളിയാണ്. സമയം 12:30 അല്ലേ? 1 ആയില്ല, 12:30 ആയിട്ടേ ഉള്ളൂ. ഇനി 2 മണിക്കൂറെങ്കിലും വേണമെന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് ബാംഗ്ലൂർ എത്തണമെങ്കിൽ. 200 കിലോമീറ്റർ ഇനിയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വിട്ടു പോകുന്നേ, അതൊന്നും വിഷയമുള്ള കേസല്ല. ഇനിയുണ്ട് 120 കിലോമീറ്ററോളം ബാംഗ്ലൂരേക്ക്. അപ്പോൾ ഒരു കാപ്പി പിടിക്കാൻ സാധ്യത ആഗ്രഹം, അങ്ങനെ കാപ്പി പിടിക്കാൻ നിർത്തിയാണ്. ശരി, ഇത് കട കാപ്പി പിടിച്ചേക്കാം. ഇപ്പോഴത്തെ കാപ്പി എന്താ പറയുക, ഞാൻ പറയാം കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് കാപ്പിയുടെ അളവ് കുറയുന്നുണ്ട്, പക്ഷേ കൂടുതൽ ടേസ്റ്റിയാണ്. ഒരു 30 മില്ലി 50 മില്ലി 100 മില്ലിയൊക്കെ ഉണ്ടാവുള്ളൂ ചായ കാപ്പിയൊക്കെ. പക്ഷേ സംഭവം നല്ല ടേസ്റ്റാണ്, നല്ല ഓവർ മധുരമാണ്. ആ മധുരം നമുക്ക് അത്ര അങ്ങ് പറ്റുകയില്ല, അതൊരു കുഴപ്പമാണ്. കോഴിക്കോട് നിന്ന് ഒരു കാപ്പി പിടിച്ചാൽ 200 ml ഉണ്ടെങ്കിൽ അത് കൊല്ലപ്പെടുത്തുമ്പോൾ 150 ml ആവും. ബാംഗ്ലൂർ 100 ml ആവും. പിന്നെ ഇങ്ങോട്ട് പോകുന്നത് വരെ അളവ് കുറഞ്ഞു വരുന്നു, പക്ഷേ ടേസ്റ്റ് കൂടുന്നുണ്ട്. നല്ല എന്താ പറയുക, മധുരവും കൂടുന്നുണ്ട്, കടുപ്പവും കൂടുന്നുണ്ട്. ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർ വരുന്നു. ബാംഗ്ലൂരിൽ നേരെ മൈസൂർ റോഡ് കയറി. ഇനി ഇവിടുന്ന് 30 മിനിറ്റും 25 കിലോമീറ്ററും ആണുള്ളത് മൈസൂരേക്ക്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം രാവിലെ പുലർച്ചെ 5:30, ഡേ 4 പുലർച്ചെ 5:30. ഞങ്ങളൊരു 4:30 ആയപ്പോൾ ഇവിടെ എത്തി. ഇവിടെ ദൂരെ കാണുന്നത് ഒരു ടോൾ ഗേറ്റാണ്. അതായത് മൈസൂരിന് ഒരു അരമണിക്കൂർ ഇപ്പുറത്ത്, ഒരു 25 കിലോമീറ്റർ ഇപ്പുറത്തുള്ള സ്ഥലത്ത് ടോൾ ഗേറ്റിൽ കയറിയപ്പോൾ തോന്നിയൊന്ന് 1 മണിക്കൂർ ഉറങ്ങിയാലോ എന്ന്. എല്ലാവരും വണ്ടി സൈഡാക്കി എല്ലാവരും ഒരു 3/4 മണിക്കൂർ ഉറങ്ങി എഴുന്നേറ്റ്. അപ്പോൾ അതാ എല്ലാവരും ചൂട് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. തണുത്ത കാറ്റുണ്ട് അല്ലേ സ്ഥലത്ത് അല്ലേ? മതായി എന്ത് അതുകൊണ്ട് മതായി. അതെ, അപ്പോൾ അങ്ങനെ കിടക്കുകയായിരുന്നു. കിടന്ന് അപ്പോൾ നമ്മുടെ ഷാജിക്കാർ ഭയങ്കര സെൻസിറ്റീവാണ്. ഒരു ഈച്ച ആണെങ്കിൽ പുള്ളി അറിയും. അതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഉറങ്ങി. ഷാജിക്കാരും ഒരുത്തരും കൂർക്കമ്പലിയുടെ ഡെസിബലും കിടന്ന് പാവം ഉറങ്ങാതിരുന്നു. ഈ ഷാജിക്കാരെ ഞങ്ങൾ തോറ്റു കേട്ടോ, ഉള്ള കാര്യം പറയാം. ഷാജിക്കാർ ഉറങ്ങിയോ
ഇത് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റീരിയോ എഫക്റ്റില്ല കോർക്കുമ്പല് ഇങ്ങനെ ഡോൾബി ഇല്ല. ബെസ്റ്റ് ഡോക്ടർ ആ കാര്യത്തിൽ ശാന്തനായിരുന്നു. ഇപ്പം ഇപ്പൊ ഈ മുക്കാൻ എടുക്കുന്ന സമയത്ത് ഡോൾബിയിലായിരുന്നു. ഇല്ല, സ്റ്റീരിയോ എഫക്റ്റ് ഉണ്ടായില്ല, സ്റ്റീരിയോ ആയിരുന്നു. ഞാൻ ശ്രദ്ധിക്കാതെ എനിക്ക് തോന്നുന്നു ഞാൻ അലാറം വെച്ച 5:30 പക്ഷെ ഞാൻ മുമ്പ് ഉണർന്നു. എൻ്റെ വിശ്വാസം എൻ്റെ കൂർക്കമ്പലിയായിട്ട് ഞാൻ തന്നെ ഉണർന്നാണോ എന്നൊരു സംശയിക്കുന്നുണ്ട്. എനിവേ ഇനി ഇവിടുന്ന് ഒരു 3-3.5 മണിക്കൂർ യാത്രയാണുള്ളത്. എല്ലാം കൃത്യമായിട്ട് ഇതുവരെ എല്ലാം ഷാർപ്പ്, എല്ലാം കൃത്യമായി നടന്നു. സന്തോഷം. ഇപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് യാത്ര പോകട്ടെ. ഇപ്പോൾ ഒരു കാപ്പിയെ കുടിച്ചു, ഫ്രഷായി. ഇനിയിപ്പോൾ നേരെ ലാസ്റ്റ് ലാപ്പിലേക്ക് നമ്മുടെ യാത്ര ലാസ്റ്റ് ലാപ്പിലേക്കാണ്. ഇനി അടുത്ത് തിരുവമ്പാടി ചെറുച്ചൽ ബൊഹണ്ടയിൽ നമ്മൾ അറൗണ്ട് 10 o'clock വീട്ടിലെത്തും അല്ലേ? എന്നാണ് വിശ്വസിക്കുന്നത്. യെസ്, ഷാജിക്കാർ റെഡിയായി. ബെസ്റ്റുകാർ വന്നാൽ മതി. ഞങ്ങൾ പോകാൻ റെഡിയാണ്. നല്ല തണുത്ത കാറ്റ്, നല്ല തണുപ്പില്ല, നന്നായി വിറയ്ക്കുന്നുണ്ട്. ചില്ലായിട്ടിരിക്കാന്ന് പറയുന്നത്. അങ്ങനെ കുണ്ടർപേട്ടെത്തി. ഇപ്പോൾ സമയം 7 മണി. ഇനിയും നേരെ നമ്മൾ കേരളത്തിലേക്ക് മുത്തങ്ങയിലേക്കുള്ള യാത്രയിലാണ്. ശരിക്കും മനോഹരമായ കൃഷിയിടങ്ങളുള്ള സ്ഥലമാണ് കുണ്ടർപേട്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ രാത്രിയായിരുന്നു. ഇതിലെ ഇഷ്ടം പോലെ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലൊക്കേഷനാണ് കുണ്ടർപേട്ട്. മീൻസ് എന്താ പറയുക, ഈ കർഷകരും പച്ചക്കറികളും കൃഷികളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനെ ഒരു കോട മൂടി നിൽക്കുകയാണല്ല പ്രദേശവും. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 3 മണിക്കൂർ തിരുവമ്പാടിക്കുണ്ട്. എന്താ പറയുക, എല്ലാവരും ആ തുടങ്ങിയ അതേ വൈബിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. അതിലൊരു ഇഞ്ച് പോലും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കുറച്ച് കൂടിയിട്ട് മാത്രമേ ഉള്ളൂ എന്നായി തോന്നുന്നത്. അല്ലേ തായി? എന്ത് പറയുന്നു തായി? അതെ അതെ, ഡോക്ടർ ഫ്രഷാ നോക്കിയേ. ഷാജിയേട്ടന് ശരിക്കും എല്ലാം കൂടെ 2200 കിലോമീറ്റർ വണ്ടി ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 3 ദിവസം കൊണ്ട്. എന്താ പറയുക, ഇനിയും വേണമെങ്കിൽ ഒരു 5000 കിലോമീറ്റർ ഓടിക്കാന്നുള്ള മൂടാണ് ഷാജിയേട്ടൻ നിൽക്കുന്നത്. അത്ര ഇതാണ്. പിന്നെ അത് വാഹനത്തിൻ്റെയും ഡ്രൈവിങ്ങിൻ്റെ ഒക്കെ ഒരു ഫാക്ടറാണ്. ഇതോടു കൂടി അത്ര മനോഹരമായി ഞങ്ങൾക്ക് തിരിച്ചെത്തി ചേരാൻ കഴിയുന്നത്. മുന്നിൽ നമ്മളിപ്പം പോകുന്നത് പറഞ്ഞ പോലെ സുൽത്താൻ ബത്തേരിയിലേക്കാണ്. മീൻസ് ഇവിടുന്ന് 40 കിലോമീറ്ററാണ് സുൽത്താൻ ബത്തേരിക്ക് മനസ്സിലാക്കുന്നത്. അതാ ഒരു ശുനകൻ ക്രോസ് ചെയ്തു റോഡിനെ. ജസ്റ്റ് നമ്മൾ ഫോറസ്റ്റിലേക്ക് കിടക്കുകയാണ്. അവിടെ നമ്മൾ ഓണക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഇഷ്ടം ചെണ്ടുമല്ലിയും വാടാമുല്ലയും സൂര്യകാന്തി പൂക്കളുമായി ഇരുവശവും നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടങ്ങളാണ്. ഓണക്കാലമാണ് അതിൻ്റെ പൊതുവായിട്ട് സമയം എന്ന് പറയാം. ഇനി ഇതാ കണ്ടിവിടേക്ക് ഇപ്പോൾ എന്തോ അടുത്ത കൃഷിക്ക് വേണ്ടി നിലമൊരുക്കിയിട്ടിരിക്കുക. അവിടെ എന്തൊക്കെയോ കൃഷി എന്തൊക്കെയുണ്ട്. ചിലപ്പോൾ കോളിഫ്ലവർ ഒക്കെ കാണാറുണ്ട്, അതുപോലെ ക്യാബേജൊക്കെ. പിന്നെ ഇവിടെ ഈ റോഡ് സൈഡിൽ ഇഷ്ടംപോലെ നമ്മളിപ്പോൾ പോവുകയാണെങ്കിൽ കാണാം പച്ചക്കറികളൊക്കെ ആൾക്കാരിങ്ങനെ വഴിക്ക് വെച്ച് കച്ചവടം ചെയ്യുന്ന പച്ചക്കറി കാണാം. വഴുതികളെ ഇവിടുത്തെ കണ്ടില്ലേ, അത് തണ്ണിമത്തനാണ് ചാക്കിൽ കാണാം. പക്ഷെ പലപ്പോഴും നമ്മൾ ഇവിടുന്ന് വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ കൃഷിക്കാർ ഏറ്റവും എന്താ പറയുക തിരഞ്ഞിട്ട് ബാക്കി വരുന്ന സംഭവം വില കുറച്ച് വിൽക്കുന്നത്. അതത്ര വലിയ ലാഭകരമൊന്നും അല്ല. പലപ്പോഴും പലതും കേടായിരിക്കും. അതും അനുഭവമുണ്ട്. അതുകൊണ്ട് ഇവിടുന്നുള്ള എന്താ പറയുക വഴിവാണിഭക്കാരെ എന്ന സാധനം അത്ര നല്ലതാവില്ല എന്നാണ് അനുഭവം. ഈ യാത്രയുടെ ലാസ്റ്റ് ടോൾ ഗേറ്റിലേക്ക് എത്തുന്നു. അത് മാത്രമല്ല അല്ലേ? അതെ, അവസാന ഹോട്ടൽ, ലാസ്റ്റ് ഹോട്ടൽ. കാരണത്തിന് 70 രൂപ, വൺ സൈഡ് 35 രൂപ അല്ലേ? 35 രൂപ. അതിനുള്ള വകുപ്പേ ഉള്ളൂല്ലോ. വാലിഡ് ടാഗ് ഒക്കെ തന്നു. ടാഗ് വാലിഡായി. അപ്പം അങ്ങനെ നമ്മൾ ആ കടമ്പയും കടന്നു. അതെ 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 വെള്ളം കണ്ടിട്ട് വർഷങ്ങളായ ഇത് ക്യാബേജ് അല്ലേ കൃഷി അല്ലേ? സൈഡ് ഈ സൈഡ് ഇത് ക്യാബേജ് കൃഷിയാണ്. അതെ അതെ.
ഓണക്കാലത്ത് കാണാം. പക്ഷേ മക്കാൻകുട്ടി ഭയങ്കര രസമാണ്. ഈ ഇവിടെയൊക്കെ ഫുള്ള് പൂക്കളാണ്. ഈ മലയല്ല അതിലെ എല്ലാം പൂവായിരിക്കും. ഭയങ്കര ഒരു ഏരിയ ഫുള്ള് ഒരു പൂവായിരിക്കും. ആൾക്കാർ ഒരു പൂ മീൻസ് ഒരെണ്ണം ഒരു പൂച്ച ഒരെണ്ണം പൂ. നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് താങ്ങല്ലേ. നിങ്ങൾ പറഞ്ഞത്തേക്ക് പഠിക്കുക, അറിയാൻ വേണ്ടി വയ്ക്കുക. ഇതെല്ലാം മനസ്സിൽ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് കടന്നു. പുലർച്ചെ ആയതുകൊണ്ട് 7 മണി ആയിട്ടോ 7:10 ആയിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ മൃഗങ്ങളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. ഇവിടെയുള്ള വിഷയം പറഞ്ഞ നിറച്ച് ഹമ്പുകളാണ്, അതുകൊണ്ട് അധികം സ്പീഡൊന്നും പോകാൻ പറ്റില്ല. നേരം വെളുത്ത് മനസ്സിലാകാതെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന വല്ല ഉണ്ടെങ്കിൽ കാണാം. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് അതിപ്പോ ചാടിയിട്ടില്ല. കോഷ്യസ് ആയിരുന്നു. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അറിയത്തില്ല. അങ്ങോട്ട് പോകുമ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഈ റോഡിൽ കമ്പം ഉണ്ടെന്നുള്ളത്. അവിടെ ഹമ്പില്ല. വിജയനിലായിട്ട് പോകുന്നു. നിങ്ങൾ നല്ല വിജയനായിട്ട് ഉറങ്ങുകയും ചെയ്തു. രണ്ടും നല്ല ഉറക്കമായിരുന്നു. ഞാൻ നിർത്തിയിട്ടപ്പോഴാണ് ശരിക്കും നമുക്കിവിടെ വേറെ ഒന്നും ചെയ്യാനുള്ളത്. തിയറി ആലോചിക്കുക, കിടക്കുക, പോവുക. തിയറി വിട്ടിട്ടില്ല. തിയറിറ്റിക്കലി മനനം ചെയ്യായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ചില നിദ്രാവിഹീനങ്ങൾ ഉണ്ടായെന്ന് മാത്രം. നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ കുറെ മാനുണ്ടാവും വെറുതെ കോണം തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ്. ഒന്ന് കാണും. ഇതൊക്കെ ഉണ്ടാവുക. കേരളത്തിൽ നിന്ന് പുറപ്പെട്ട യാത്ര തിരിച്ച് കേരളത്തിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. കർണാടക ബോർഡർ ബന്ദിപ്പൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. നമ്മുടെ വണ്ടിയും വരുന്നുണ്ട്. അതെങ്ങോട്ടുള്ള വണ്ടി നോക്കി? ഗുണ്ടൽപേട്ടാണ്. ഗുണ്ടൽപേട്ട് സുൽത്താൻ ബത്തേരി. യെസ്, നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്നു. 3 ദിവസം മുമ്പ് രാത്രി സാധനം ചെയ്തു. അതെ കട്ടറോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. സുൽത്താൻ ബത്തേരി 20 കിലോമീറ്റർ, മുത്തങ്ങ 6 കിലോമീറ്റർ, കൽപ്പറ്റ 45 കിലോമീറ്റർ, കോഴിക്കോട് 118 കിലോമീറ്റർ. അങ്ങനെയാണ് ബോർഡ് കാണുന്നത്. ഒരു ഹമ്പുകളുണ്ട് ഷാജേട്ടാ. അതുപോലെ ഹമ്പുകളോട് വിടാം. ഈ തോട് ഒരു പാലമുണ്ട്. ഈ പാലമാണ് കേരള കർണാടക ബോർഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെൽക്കം ടു കേരള സ്റ്റേറ്റ് എന്നിവിടെ എഴുതി കാണുന്നുണ്ട്. കേരളത്തിലേക്ക് സ്വാഗതം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആയിക്കോട്ടെ. വെൽക്കം ടു വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നിവിടെ എഴുതിയിട്ടുണ്ട്. പഞ്ചായത്താ? എനിക്കറിയത്തില്ല സാറേ, ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ കേരളത്തിലേക്ക് എത്തി. കേരളത്തിൽ കോടയും വന്നു. കേരളത്തിൽ എത്തിയപ്പോൾ ആന കണ്ടു കാണും ഈ ഭാഗത്തൊക്കെ. ഇവിടെയൊക്കെ ആനക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ മാനകൾ മാത്രമേ കണ്ടുള്ളൂ ഇതുവരെ. അതേ ഉള്ളൂ. കർണാടകത്തിൽ നമ്മൾ മാൻ കണ്ടു. ഓർമ്മയുള്ളൂ അല്ലേ? അത് 2 കണ്ടു. വേറെ ഉണ്ടോ? അവിടെ കുറേ ഉണ്ട്. അവിടെ കുറേ ഉണ്ട്. ഗ്രൂപ്പ് ഓഫ് മാനുകളുണ്ട് അവിടെ. നമുക്ക് ഇത് കണ്ടോ, അവിടെ കുറേ മാനുകൾ നിൽപ്പുണ്ട്. അവിടെ ഇതല്ല കേട്ടോ, അവിടെ എല്ലാം കൂടെ നിൽക്കുകയായിരുന്നു. പോവാം. ഇവിടെ കൂടുതൽ തന്നെയാണ്. ഇവിടെ കുറച്ചുണ്ട്. അവിടെ കുറച്ചുണ്ട്. അച്ഛാ കുറേ ഉണ്ടോ? ഇതുപോലെ ഇത് മറ്റേ അല്ല നിൽക്കുന്നത്. അതെ, ഇതാ നിൽക്കുന്നത്. യെസ്, ചെക്ക് ചെയ്ത് നിൽക്കുന്നതാണല്ലോ. ആരും ഇല്ലേ? ഇവിടെ ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കുറവാണ്. മുത്തങ്ങ എത്തിയിരിക്കുന്നു. യെസ്, വീണ്ടും പൂരി ബാജി. ഇത്തവണ കൽപ്പറ്റ അഫാസ് ഹോട്ടലിൽ നിന്ന്. കേരള ബോർഡർ കഴിഞ്ഞ അപ്പത്തോട്ട് ഞങ്ങൾ ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോട്ടലിലും ഭക്ഷണമില്ല. അവസാനം ഇവിടെ കറങ്ങി തിരിഞ്ഞ് വിടുത്തി. എന്നോട് വേഗം കഴിക്കാൻ ഷാജി നമ്മുടെ ക്യാപ്റ്റൻ നിർബന്ധിക്കുന്നു. അങ്ങനെ ചുണ്ടലെത്തി. വന്നൊഴി ഓർക്കാൻ പാടില്ലല്ലോ. ഇവിടുന്ന് പ്രാർത്ഥിച്ചില്ലേ നമ്മൾ തുടക്കമിട്ടത്. അതിപ്പോൾ പള്ളിയിൽ കയറാം. ഇവിടെ നമ്മുടെ പ്രിയ സുഹൃത്ത് നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഒന്ന് കാണണം. അപ്പം പള്ളി കയറണം. തമ്പുരാൻ നന്ദി പറയുക. പ്രിയ സുഹൃത്തിനെ കാണുക. വേഗം പോവുക. ഒറ്റ ഓട്ടം. ഈശോ എൻ
എൻ ആശകൾക്കാരാധ്യനായ നാഥ ഈശോ എൻ ജീവാധിനായക എൻ ആശകൾക്കാരാധ്യനായ നാഥ നീ എൻ സർവവുമെന്ന് ഓർത്തിടുമ്പോൾ ഹായ് ഹൃദയം തുടിച്ചിടുന്നു ഹൃദയം തുടിച്ചിടുന്നു. വളരെ രസകരമായ കാര്യം, ഞങ്ങളവിടെ വന്ന് പള്ളി കയറിയപ്പം പള്ളി പോയ പുറത്തൊരു ചെരുപ്പുണ്ട്, അവരാരും കാണാനില്ല. നോക്കിയപ്പോൾ നമ്മുടെ മനോജ് ഭായ് ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് സംവദിക്കുന്നു. അതൊരു എന്താ പറയുക, ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. സന്തോഷം. അങ്ങനെ ഏതാണെങ്കിലും ആ സന്തോഷമായി. നമ്മുടെ പ്രിയ സുഹൃത്ത് മനോജ് ഭായി കൂടെ, നമ്മുടെ സ്വന്തം മനോജ് ഭായിയുടെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞെന്നുള്ള സന്തോഷമാണ്. അതാണ് ഞങ്ങളിങ്ങനെ അല്ല ഞാൻ കരുതി സത്യം ഞാൻ കരുതി കുറിച്ച് ഞങ്ങൾ ശരിക്കും വീഡിയോ ഫോട്ടോ കണ്ടാന്ന് കരുതിയത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൽപ്പന പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ല. ഇന്നിവിടെ രാവിലെ എത്തേണ്ടതല്ലേ? അതെ അതെ. അങ്ങനെ 4 പേർ ചേർന്ന് തുടങ്ങിയ ഫോർ ദി പീപ്പിൾ ആയിട്ട് തുടങ്ങിയ നമ്മുടെ ടൂറ്, നമ്മുടെ ഈ ടൂറ് വരാൻ പാടില്ല, നമ്മുടെ യാത്ര അങ്ങനെ 5ാമത് ഒരാൾ കൂടി പങ്കാളിയായി. ഈ സത്യം പറയാം, ഈ നല്ല സെറ്റപ്പ് ആയിരുന്നു, ഭയങ്കര സൂപ്പർബായിട്ട് എൻജോയ് ചെയ്യുന്നു. നല്ല എല്ലാവരും ഡ്രൈവർമാരാ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആൾക്കാർ ഷാജി സാർ വണ്ടി വരികയല്ല. ഞാനാണല്ലോ ആർക്കും കൊടുക്കില്ല വണ്ടി, അത് കൊടുക്കില്ല. അല്ല ഇതാണ് പറഞ്ഞത് 3 ദിവസം കൊണ്ട് ഡൽഹി വണ്ടി എടുത്തല്ലേ കഥ പറഞ്ഞത്. 3 ദിവസമില്ല, 3 ദിവസമില്ല. ഇന്ന് രാവിലെ 3 മണിക്ക് കയറി, പിറ്റേ ദിവസം രാത്രി നാഗ്പൂർ വന്നു. അതിൻ്റെ പിറ്റേ ദിവസം ബാംഗ്ലൂർ 9 മണിയായപ്പോൾ എത്തി. പിന്നെ അവിടെ കിടന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ നേരിട്ട് പോന്നാൽ ആ ദിവസം എത്തും. 2 ദിവസം എത്താണ്ടില്ലേ. അല്ല അത് കേട്ടപ്പോൾ 2550 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ പറയാം, എൻ്റെ ഫ്രണ്ടിന് തൃശ്ശൂർ പറഞ്ഞില്ലേ, അവന് ഇതേപോലെ അവൻ്റെ ഫാമിലി കൂടെ പോയി ഇവിടെ ഭൂട്ടാന് നേപ്പാള് എല്ലാം 33 ദിവസം. ഇപ്പോൾ വഴി നല്ലതാണല്ലോ പൊതുവെ. അവർ നല്ല ഫാമിലിയാണ് അവർ കാറ് ഓടിച്ചു പോയത്. കാർ എടുക്കരുത്, SUV ടൈപ്പ് വണ്ടിയാണ്. ഗുണമെന്ന് വെച്ചാൽ എല്ലാം വൺ വേ അതിൻ്റെ പേരിൽ ഒരു മെസ്സാണ്. വൺ വേ ആണ് ഇവിടുത്തെ കംപ്ലീറ്റ് അല്ലേ? എല്ലാം വൺ വേ, ഡബിൾ ആക്കിയ വഴി. ഓ ഇല്ല, നമ്മുടെ റോഡുകളോ കേരളത്തിൽ മാത്രം, ബാക്കിയെല്ലാം അതുകൊണ്ട് നമുക്ക് എതിരെ വണ്ടി കയറുന്നു. നല്ല വഴി, കുഴപ്പമൊന്നും വഴിയൊന്നും. ആകെ ബാംഗ്ലൂർ ടൗൺ മാത്രമേ മോശമുള്ളൂ. ബാംഗ്ലൂർ ടൗണ് അത് മാത്രമേ. ടൗണിൽ കയറണ്ടല്ലോ ഇതിന്. ഔട്ടർ എന്നാൽ പോലും ആ ഭാഗത്തുമ്പോൾ തന്നെ വിഷയം. ഗൂഗിൾ ഇട്ടല്ലേ പോയി ഷാർപ്പായിരുന്നു. അപ്പോൾ നമുക്ക് കൂടി കാണാം. ഓക്കെ സാർ. യാ വണ്ടി ഓടിക്കുന്ന ഇവിടെ. അതെ. അപ്പോൾ ഞങ്ങൾ ചുണ്ടപ്പള്ളിയിൽ നിന്നും നേരെ കാറിലേക്ക് നേരെ വയനാട് ചുരം ഇറങ്ങി തിരുവാമ്പാടിയിലേക്ക്. 5, 4 ഇത് അങ്ങനെ ചുരത്തിൽ 4ാം വളവെത്തി. മുകളിൽ നോക്കിയാൽ കാണാം 9ാം വളവിൽ കൂടെ വാഹനങ്ങൾ ഇറങ്ങി വരുന്നത്. ആ മലയിൽ നിന്നാണ് വരുന്നത്. 3ാം വളവെത്തി. 3ാം വളവ് കഴിഞ്ഞു. 2ാം വളവ്. 2ാം വളവിന് മുകളിൽ നമുക്ക് 9ാം വളവ് കാണാൻ കേട്ടോ. ഇത് 9ാം വളവാണ് ഇവിടെ. അങ്ങനെ ആ യാത്ര പരിസമാപ്തിയായി, ശുഭപര്യവസായിയായി എന്ന് പറയാം. ഇപ്പം രാവിലെ 11 മണി, 4ാമത്തെ ദിവസം. റിയലി നല്ലൊരു യാത്ര. നല്ലൊരു യാത്ര, നല്ല വൈബുള്ള യാത്ര. എന്താ പറയുക, ഒത്തിരി ചിരിച്ചു, ഒത്തിരി ഹാപ്പി മൂഡിൽ പോയി തിരിച്ചു വന്നു. 2200 കിലോമീറ്റർ. 2200 കിലോമീറ്റർ, ചെറിയ കിലോമീറ്റർ ഒന്നുമല്ല. അത് ഷാജി സാറിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു വാഹനം മുഴുവൻ. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഡ്രൈവ് ചെയ്തു. ഒരു ക്ഷീണമില്ലാതെ തിരിച്ചെത്തി. യെസ്, താങ്ക് യു സാർ. അടിപൊളിയാണ്.
എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാ അവിസ്മരണീയമായിട്ട് ഒരു യാത്രയാണ്. നമുക്ക് വൺസ് ഇൻ ലൈഫ് എന്ന് പറയുന്നത് അല്ലേ? എന്താണെന്ന് ചോദിച്ചാൽ അതൊരു പ്ലാനിങ് ഇല്ലാതെ പോയ യാത്രയാണ്. ഇത്രയും ദൂരം പോകുമ്പോൾ നമ്മൾ ശരിക്കും കോഴിക്കോട് പോകുന്ന രീതിയിലൊന്ന് പോയതാണ് അല്ലേ? എന്തെങ്കിലും പ്ലാനിങ് ഉണ്ട്? ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു. പെട്ടെന്ന് എടുത്ത തീരുമാനം, പെട്ടെന്ന് പോയി. അത് അതേപോലെ തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത്രയും ദൂരം 2200-2400 കിലോമീറ്റർ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ സന്തോഷത്തോടെ പോയി തിരിച്ചു വരാൻ പറ്റി. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഷാജിക്ക്. അപ്പോൾ ഇന്നത്തെ മുഖ്യതാരം തീർച്ചയായിട്ടും ഈ യാത്രയുടെ മുഖ്യതാരം ഷാജിയേട്ടനാണ്. അപ്പം ഷാജി ഫിലിപ്പ് പറയൂ. എല്ലാവരും താങ്ക്സ്. കാരണം നിങ്ങൾ ഭയങ്കര കോപ്പറേറ്റീവായിരുന്നു. എന്നെ നോട്ടിഫിക്കേഷൻ കൂടെ സഹായിച്ച സ്റ്റീരിയോ എഫക്ട് കൂർക്കമ്പലിയുടെ സഹായിച്ച നന്ദി. പക്ഷേ ഒരു കാര്യം, നമ്മൾ പ്ലാനിങ് ഇല്ലാതെ പോയി. പക്ഷേ നമ്മുടെ പ്രോഗ്രാം എല്ലാം ബെസ്റ്റ് പ്ലാൻഡ് ആയിരുന്നു. ബെസ്റ്റ് പ്ലാൻ എടുത്ത് നമ്മൾ എത്ര വന്ന സ്ഥലത്ത് തിരിച്ചെത്തി. പ്ലാനിങ് ഇല്ലാതെ പോയാൽ നല്ല പ്ലാൻഡ് ആയിട്ട് നമ്മൾ വന്നു. ഇതിനെക്കുറിച്ച് ഹാരിസിയേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും സപ്പോർട്ട്. ഓക്കെ. പിന്നെ ഓൾമൈറ്റി അത് നമുക്ക് ഏറ്റവും പ്രാർത്ഥിച്ചു തുടങ്ങിയ ഈ ഒരു യാത്ര പ്രാർത്ഥിച്ച് നമ്മൾ അവസാനം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും അതും ഈ ഇങ്ങനെ നിർത്താതെ ഓടിക്കാന്നുള്ളത് ഒരു ചെറിയ ദൂരമല്ല, വലിയ ദൂരം തന്നെ. അല്ല, ഷാജിയേട്ടൻ അത് കോൺഫിഡൻസ് ഇല്ല, ഒരു നമുക്ക് കഴിയുമെന്നുള്ളത് നമ്മുടെ ശരീരം തെളിയിച്ചു. നിങ്ങൾ എല്ലാം എന്നോട് കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞ് പോകാന്ന് പറഞ്ഞിട്ടും ഞാൻ പക്ഷെ എനിക്ക് ഉറക്കം വന്നില്ല കേട്ടോ. എനിക്ക് ഉറക്കം വന്നിരുന്നു. അതല്ല, എനിക്ക് ഉറക്കം വരുന്ന സമയങ്ങളിൽ ഈ സന്തോഷ ഡോക്ടർ ചില പൊടിക്കൈ ചെയ്തു. അതൊക്കെ സൈക്കോളജിക്കൽ മൂവായിരുന്നു. അതൊക്കെ ഔട്ട് ഓഫ് റെക്കോർഡ്. അല്ല, ആ പൊടിക്കൈ നിന്നില്ല. അത് എന്താ പറയുക, നമ്മുടെ ശരിക്കും അല്ല ഒരു കാര്യം മാത്രമല്ല, നിങ്ങൾ ഉറങ്ങിയ സമയങ്ങളിലും ഒരു കാവൽമാലാഹ ഇങ്ങനെ ഉണർന്നിരിക്കുന്ന പോലെ മുമ്പിൽ ഇരുന്ന് ഹമ്പ് കാണിച്ചു തരുന്നുള്ള അറിയാലോ. പക്ഷേ ഷാജിയുടെ പാട്ട് ഇഷ്ടമായിരുന്നു. ഷാജിയുടെ ഞങ്ങളുടെ പഴയ പാട്ട് കുറേ പാടി കിട്ടും. ഞങ്ങളുടെ വീഡിയോയിലും കാണാം. നമുക്ക് ആ വഴി പരിചയമില്ലാത്തതിൻ്റെ ഒരു പോരായ്മ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ നമ്മളത് ഒരു അത് പിന്നെ ഇന്ത്യയിലൊരു 120 കിലോമീറ്റർ സ്പീഡുള്ള റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചു. അതെ അതെ അതെ, അത് അനുഭവമായിരുന്നു. അത് രസമായിരുന്നു. പിന്നെ ഇതെനിക്കൊരു നന്നായിട്ട് ഓടിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു. ഇതിൻ്റെ ഒരു എബിലിറ്റി മനസ്സിലാക്കാൻ പറ്റും. സത്യം. അതെ, നമ്മൾ എന്താ പറയുക, ഞങ്ങൾ 4 പറയുമ്പോൾ 5-ാമനായിട്ട് ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഞങ്ങൾക്ക് തന്ന എന്താ പറയുക, ഞങ്ങൾക്കത് കോൺഫിഡൻസ് അല്ലേ, കംഫർട്ടസ്. തീർച്ചയായിട്ടും ഇത്രയും യാത്ര ചെയ്തിട്ടും നമുക്ക് ഒരു ക്ഷീണവും ഇല്ലാതെ, അല്ലെങ്കിൽ വണ്ടിയുടെ ഞങ്ങൾ പറയുകയാണ് സ്പീഡ് കൂടുതൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി കൂടുന്നൊരു വാഹനം എന്നായിട്ടല്ലേ പറയാൻ പറ്റുക. വേറെ വൈകി ഇനി വന്നിട്ട് പറഞ്ഞില്ല, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. സർവവുമെന്ന് ഓർത്തിടുമ്പോൾ ഹൃദയം തുടിച്ചിടുന്നു, ഹൃദയം